MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിലൊരു എഗ് റോളാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും അതുപോലെ കുട്ടികൾക്ക് ടിഫിനായും ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ക്യാബേജ്, 1/2 കപ്പ് ക്യാരറ്റ്, 1 സവാള, 1/4 കപ്പ് ക്യാപ്സിക്കം, ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. എല്ലാം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. കുറച്ച് മയോണൈസും ടൊമാറ്റോ സോസും കുരുമുളക് പൊടിയും ഉപ്പും വേണം. 4 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഞാൻ 4 എഗ് റോളാണ് ഉണ്ടാക്കുന്നത്. ഈ പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇനി ഇതിലേക്ക് സവാളയും വെജിറ്റബിൾസും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് വഴറ്റണം. ഇനി അല്പം ഉപ്പ് ചേർക്കാം. ഇത്രയും വഴറ്റിയാൽ മതി. സവാളയും വെജിറ്റബിൾസും സോഫ്റ്റ് ആകേണ്ട, കുറച്ച് ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുരുമുളക് പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഈ ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മുട്ടയുടെ 4/1 ഭാഗം ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഈ ചപ്പാത്തി വെച്ച് കൊടുക്കാം. 1 മിനിറ്റോളം ഇത് വേവിക്കണം. ഇനി ഇത് മറിച്ചിട്ട് കൊടുത്ത് മറുഭാഗം കൂടി ഒരു 30 സെക്കൻഡോളം വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസ് കൂടി സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഇടാം. ഇനി ഇത് ഈ ബട്ടർ പേപ്പറിൽ റോൾ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയ ഒരു എഗ് റോളാണിത്. ചപ്പാത്തിയൊക്കെ ബാക്കി വന്നാൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ ചപ്പാത്തി ആണെങ്കിൽ അതിൽ നിന്ന് 2-3 എടുത്ത് കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി കൊടുക്കാനായിട്ട് പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്